അങ്ങനെയൊക്കെ സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ സ്ലൊവേനിയയിൽ ലുബ്ലിയാനിൽ വന്നതായിരുന്നു. നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടിയിരുന്നു. അതായത് വിപിൻ ചേട്ടന് പേപ്പർ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോലീസ് ക്ലിയറൻസ് മസ്റ്റാണ്. അതായത് നമ്മളെ TRC റിന്യൂവൽ, നമുക്കിപ്പോൾ 1 ഇയർ TRC ആണുള്ളത്. നമ്മൾ 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ TRC റിന്യൂ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്ത്യൻ എംബസി, നമ്മൾ സ്ലൊവേനിയൻ്റെ അകത്തുള്ള ഇന്ത്യൻ എംബസിയിൽ വന്നതിന് ശേഷം നമ്മൾ പോലീസ് ക്ലിയറൻസിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ അവർ ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഡൽഹി എംബസിക്ക് നമ്മളെ പേപ്പേഴ്സ് വിടും. ഡൽഹി എംബസിയിൽ നിന്ന് നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ പോയി അത് അതേപടി തിരിച്ചു വരണം. അപ്പോൾ ആ ഒരു പ്രൊസീജിയറിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ ഓൺലൈനിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പോലീസ് ക്ലിയറൻസിന് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്ന നമ്മൾ ഫോട്ടോയും നമ്മളെ സൈനും സ്കാൻ ചെയ്യണം കേട്ടോ. നമ്മളെ സൈനും ഫോട്ടോയും സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ അപ്ലൈ ചെയ്യാൻ. പിന്നെ നമ്മൾ ഡയറക്റ്റ് വരണം. അതായത് നമുക്ക് കളക്ഷൻ നമ്മൾ ഡയറക്റ്റ് വരണമെന്നില്ല. നമ്മളിവിടെ ഈ ഫോം കൊണ്ടുവന്ന് നമ്മളിവിടെ സൈൻ ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മൾ സൈൻ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആരൊക്കെ നമ്മൾ ആ സ്ലിപ്പ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ വേറെ ഒരാൾ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ത്യൻ എംബസി കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് KFC കയറി ഫുഡ് കഴിച്ച് നമ്മൾ നടക്കുകയാണ്. ഇത് ലുബ്ലിയാന കേട്ടോ, സ്ലൊവേനിയയിൽ ലുബ്ലിയാന എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്തേക്കുന്നത്. നമ്മളെ ഇന്ത്യൻ എംബസി കിടക്കുന്നത് എവിടെയാണ്, ലുബ്ലിയാനാണ്. അപ്പോൾ നമ്മൾ ലുബ്ലിയാന ടൗണിൽ കൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. അത്യാവശ്യം റഷാണ് കേട്ടോ, അത്യാവശ്യം റഷ് ഉണ്ട്. കാരണം തണുപ്പം തുടങ്ങി. നമുക്കിപ്പോൾ 4 ഡിഗ്രി ഒക്കെയാണ് നമ്മളെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനൊക്കെയാണ് ലുബ്ലിയാന ബസ് സ്റ്റാൻഡാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം നന്നായിരുന്നു, സന്തോഷമായിട്ട്. നൊമാങ്കോടെ ബസ്സാണ് കൂടുതലും. ഏകദേശം വിൻ്റർ തുടങ്ങിയ പോലെയാണ്. എല്ലാവരും ജാക്കറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് സ്പീഡ് കൂടുതലാണ്. ഞാൻ നടക്കുക എല്ലാം കൂടിയാണ്. അപ്പം അത്രയ്ക്കേ ക്ലിയർ ആവുള്ളൂ. സോ നമ്മൾ എംബസിയുടെ ഫ്രണ്ടിൽ തന്നെ ഇട്ടു. നമ്മളൊരു 700 മീറ്റർ നടന്ന് വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. നമുക്ക് പാർക്ക് ചെയ്യാനൊന്നും സ്പേസ് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പം നമ്മൾ തിരിച്ച് നമ്മളെ കാറിൻ്റെ അടുത്ത് പോവാട്ടോ. നമ്മൾ KFC എന്നൊരു മലയാളിയെ പരിചയപ്പെട്ടു കേട്ടോ. നമ്മുടെ ഖലീജിൻ്റെ ഫ്രണ്ട്, നമ്മളെ കൂടെ ഇങ്ങോട്ട് വരേണ്ട ഖലീജിൻ്റെ ഒരു ഫ്രണ്ട് മാലിക്, അവൻ KFCയിൽ വർക്ക് ചെയ്യാണ്. അപ്പം നമ്മൾ അവനെ പരിചയപ്പെട്ടു. അപ്പം ഖലീജിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ഖലീജിൻ്റെ പേപ്പർ റെഡിയാവുന്നേ ഉള്ളൂ. എല്ലാം റെഡിയാവും ഖലീജ. ഇത് ട്രിക്സിലേക്കുള്ള ബസ്സാണ്, ട്രിക്സ് ലുബ്ലിയാന. അപ്പോൾ ഇവിടുത്തെ എംബസി പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ഇന്ത്യൻ എംബസിയിൽ വരും. നമ്മൾ ഓൺലൈനായിട്ട് നമുക്കൊരു 7 സ്റ്റെപ്പ് പ്രൊസീജിയർ ഉണ്ട് നമ്മൾ PCCക്ക് വേണ്ടി. അത് ചെയ്ത ശേഷം നമ്മളെന്ത് ചെയ്യുക, നമ്മൾ ആ പേപ്പറുമായിട്ട് നമുക്ക് ഇവിടെ ബുധനും വെള്ളിയും മാത്രമേ നമുക്ക് എന്തുള്ളൂ, എംബസി വർക്കിംഗ് ഉള്ളൂ. ബുധൻ ആൻഡ് വെള്ളി. അതും രാവിലെ 8 to 12 മണി വരെ. ഇത് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ, ലുബ്ലിയാന റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് അവിടുന്ന് 8 to 12 വരെ. അതിൻ്റെ ഇടയിൽ വരിക, നമ്മളെന്ത് ചെയ്യുക, നമ്മളെ പേപ്പേഴ്സൊക്കെ കൊടുക്കുക, ജസ്റ്റ് സൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരൊരു സ്ലിപ്പ് തരും. അപ്പോൾ നമ്മൾ ആ സ്ലിപ്പുമായിട്ട് നമുക്ക് ഇത് അപ്രൂവ് ചെയ്ത് നമുക്ക് മെയിൽ വരും. ആ മെയിലുമായിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിൽ വന്ന് കളക്ട് ചെയ്യാം. നമ്മൾ ആൾ തന്നെ വരണമെന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി. ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡാട്ടോ. ഇവിടുത്തെ ടാക്സികളൊക്കെ നോക്കിയാൽ ഓഡി, സ്കോഡ. ബസ് സ്റ്റാൻഡാണ്. ബസ് ഇപ്പം പാർക്കിംഗ് ആണ്. ബസ് സ്റ്റാർട്ട് ചെയ്ത് അവരെ നമ്പറിലേക്ക് ഇടും കേട്ടോ. ബസ് അത്യാവശ്യം തണുപ്പുണ്ട്. 4 ഡിഗ്രി ടെമ്പറേച്ചർ ആയിരുന്നു. നമ്മളെ വോക്സ്വാഗണിൻ്റെ കാറുകളുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ ഇന്ത്യൻ എംബസീൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് കേട്ടോ.
സൈക്കിൾ റെൻറ്റിനെടുക്കുന്ന സ്കീമുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ സ്കീമിൽ സൈക്കിൾ റെൻറ്റിനെടുക്കാൻ പറ്റും. ടിർബാർ മലയാളിയാണോ? അപ്പം അങ്ങനെ നമ്മൾ എംബസിക്ക് പോകട്ടോ. ഇതൊരു അണ്ടർ പാസ് കേട്ടോ. നമ്മൾ വന്ന സ്ഥലം എന്ന് പറയുന്നത് അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ മെട്രോ സ്റ്റേഷൻ. അവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡാണ്. അപ്പം ബസ് സ്റ്റാൻഡ് ഇവിടെയാണ്. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതേ ഒരു ട്രെയിൻ വരുന്നുണ്ട്, ഒരു റെഡ് ട്രെയിൻ. ഇവിടെ ഒരു ബ്ലൂ ട്രെയിനുണ്ട്. നമ്മൾ ഈ അണ്ടർ പാസ് കൂടെ പോകട്ടോ. നമുക്ക് നമ്മളൊരു ഡൽഹി മെട്രോ സിസ്റ്റമൊക്കെ പോലെ തന്നെ ബസ്സും മെട്രോയും ഒക്കെ ഒരു ടൈമിംഗ് ഒക്കെ ഉണ്ട്. നമ്മുടെ ബസ്സിൻ്റെ ടൈമിംഗ് ഒക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അണ്ടർ പാസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ടിക്കറ്റും ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും തോന്നുന്നു. നമുക്ക് കാർഡ് വെച്ചിട്ട് നമുക്ക് ടിക്കറ്റും ഇവിടെ നിന്ന് എടുക്കാം. അണ്ടർ പാസും എല്ലാം അണ്ടർ വർക്കാണ് കേട്ടോ, കൺസ്ട്രക്ഷനിലാണ്. ഇതുപോലെ വിൻ്ററൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അണ്ടർ പാസ്സൊക്കെ ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതുവഴിയാണ് വന്നത്, അതുകൊണ്ട് നമുക്ക് വഴി അറിയാം. അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഓക്കെ, അപ്പം നമ്മൾ ലുബ്യാനയിലെ അണ്ടർ പാസ് കൂടെ പോവാണ് കേട്ടോ. നമ്മൾ എംബസീൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ കാർ വെച്ചേക്കുന്നത്. നമുക്ക് എംബസീൻ്റെ ഫ്രണ്ടിൽ കാർ എടുത്തിട്ട് നമ്മൾ നേരെ ബിക്കിലേക്ക് കേട്ടോ. ബിഗ് 11 വെളുക്കി ഖാബർ പ്ലേസ് വേർ വി ലിവിങ്. ഇതുണ്ടോ, ഇത് വോൾട്ട് എന്ന് പറയുന്ന ഫുഡ് ഡെലിവറി കേട്ടോ. നമ്മുടെ നാട്ടിൽ ഊബർ സൊമാറ്റോ ഒക്കെ പോകുന്ന പോലുള്ള പയ്യന്മാരാണ്. സ്റ്റുഡൻസ് ആയിരിക്കും, അവരവരെ ഫ്രീ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയൊരു പരിപാടിയാണ്. അപ്പം നമ്മൾ അണ്ടർ പാസ് കയറി നമ്മൾ ഇന്ത്യൻ എംബസി നോക്കി പോകട്ടോ.
എംബസി നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിച്ച് വണ്ടി അവിടെ പാർക്ക് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ എംബസിക്ക് തിരിച്ചു പോകാൻ കേട്ടോ. നമ്മൾ ലീവാക്കി കമ്പനിയിൽ. വിൻ്റർ ആയി തുടങ്ങി കേട്ടോ. എല്ലാവരും ജാക്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വിൻ്റർ ടൈം. അത് ഈ ഒരു ബിൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതലാണ് നമ്മളെ സ്ലൊവേനിയൻ്റെ എംബസി സെക്ഷൻസ് ഒക്കെ തുടങ്ങുന്നത്. ഇതിൻ്റെ ഒരു 3rd ബിൽഡിംഗാണ്. ഈ കാണുന്നൊരു 3rd ബിൽഡിങ്ങിലാണ് ഇന്ത്യൻ എംബസി വരുന്നത്. നടക്കണമെങ്കിൽ നമ്മൾ പ്രസ് ചെയ്യണം. വണ്ടി ഇല്ലാமல் ക്രോസ് ചെയ്യാൻ തോന്നുന്നവാ. ട്രാഫിക്കിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിക്കട്ടോ. നമ്മൾ ഇവിടെ ഇന്ത്യൻ എംബസിന് നിയറായിട്ട് ഒരു ATM ഉണ്ട് കേട്ടോ. നമുക്ക് ലിക്വിഡ് ക്യാഷ് വേണ്ടിയിരുന്നു. നമ്മളിവിടെ ഈ ബിൽഡിങ്ങിലൊരു ATM ഉണ്ട്. ആ ATM നമ്മൾ ക്യാഷ് എടുത്തു. അതേപോലെ PCC നമ്മൾ എത്ര യൂറോ PCCക്ക് ചാർജ് ആയത്? 22 യൂറോ നമ്മൾ ഫീസായിട്ട് അടയ്ക്കണം കേട്ടോ. അത് നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ ഓൺലൈനായിട്ട് അടച്ചായിരുന്നു. പ്രിൻ്റ് ഔട്ട് വേണം, പാസ്പോർട്ടിൻ്റെ കോപ്പി, TRC കോപ്പി, പിന്നെ അത്രയും കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും ഒരു ഒറിജിനൽ ID പ്രൂഫിൻ്റെ കോപ്പി. ഓക്കെ, ഇതാണ് നമ്മളെ ട്രാഫിക് പാർക്കിംഗ് മെഷീൻ. നമ്മൾ കാറ് കൊണ്ടുവന്ന് നമ്മൾ ആദ്യം ഇതിൽ നിന്ന് ഒരു സ്ലിപ്പ് എടുത്ത് കാറിൻ്റെ ഡാഷ്ബോർഡിൽ വെക്കണം. നമുക്ക് 1 ഹവറിന് 80 സെൻറ്റ്, അതായത് 80 രൂപയാണ് നമുക്ക് പാർക്കിംഗ് ഫീ ആയത്. ഓക്കെ, നമ്മളെ കാറ് എവിടെ കിടക്കുന്നുണ്ട്? നമ്മളെ കാർ ഇവിടെ ഉണ്ട് കേട്ടോ. Hey guys, that is Indian Embassy. That is Indian Embassy. ഇതാണ് നമ്മുടെ കാറ്. ഇതാണ് നമ്മുടെ ഇന്ത്യൻ എംബസി. ഇന്ത്യയുടെ ഒരു കൊടി, യൂറോപ്പിൻ്റെ കൊടി, സ്ലൊവേനിയൻ്റെ ഫ്ലാഗ്.